റേഡിയോ മീഡിയയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ ഒരു പ്രൊമോ വീഡിയോ വന്നിട്ടുണ്ട്. അതിലെന്ന് പറയുന്നത് നമ്മുടെ ശാലിനിയുടെ ചേച്ചിയൊക്കെ ശാരികേനൊക്കെ കാണിക്കുന്നത്. ശാലിനി ഇങ്ങനെ ഒരു സ്ഥലത്ത് പോകുന്ന സമയത്ത് ഒരു മെൻ്റൽ ഹോസ്പിറ്റൽ എന്തോ ആണ്, അവിടെയാണ് ഈ ശാരികയെ കാണുന്നത്. അപ്പോൾ കുറേ പേര് കൂടി അവളെ ചേർന്ന് ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകുന്ന രംഗങ്ങളും കരയുന്ന രംഗങ്ങളുമാണ്. അപ്പം പെട്ടെന്ന് നോക്കുമ്പോഴാണ് ഇത് ശാരികയാണെന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെ പോയി കെട്ടിപ്പിടിച്ച് കരയുകയും അപ്പം രാജീവ് എവിടെ നിന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ രാജീവിനെ ഒന്നും അവിടെ കാണിക്കുന്നില്ല. എന്താ പറ്റി, അവർ വീണ്ടും ശാരികയെ ഒഴിവാക്കാനുള്ള ശ്രമമാണെന്ന് ശാലിനിക്ക് മനസ്സിലാവുന്നു. അങ്ങനെ ശാലിനി നമ്മുടെ ശാരികയെ തിരിച്ച് കുടുംബശ്രീയിലേക്ക് കൊണ്ടുവരികയാണ്. ഇത് കണ്ട് ശാരദയെ അവരെല്ലാം സ്നേഹത്തോടു കൂടി അവളെ വീട്ടിലേക്ക് കയറ്റുകയാണ്. അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ്. വിശേഷങ്ങളൊക്കെ പറയുന്നു. പിന്നീടാണെങ്കിൽ മിക്കവാറും അതിനുശേഷം നമ്മുടെ രോഹിത്തും ശാലിനിയും കൂടെ സത്യഭാമയുടെ വീട്ടിലേക്ക് ചെല്ലുന്നു. വേറെ ഒന്നുമല്ല, സ്വത്തുക്കളൊക്കെ തിരികെ എഴുതി കൊടുക്കുക. അപ്പോൾ രോഹിത്തിനെ ഇഷ്ടമില്ലാത്ത സത്യഭാമ കുറേയൊക്കെ മാറി. കാരണം ശാലിനിയോടുള്ള ഇഷ്ടവും എല്ലാം കൂടിയിട്ടുണ്ടല്ലോ. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പോയി ചെന്ന് ഈ സ്വത്ത് എല്ലാം എഴുതി കൊടുക്കുന്നു. അപ്പം സത്യഭാമയ്ക്ക് എന്തൊക്കെയോ മനസ്സിലാവുന്നുണ്ട്. കാരണം സത്യഭാമയ്ക്ക് ശാലിനിയോടുള്ള ഒരു ഇഷ്ടമൊക്കെ കൂടി വരികയാണ്. അങ്ങനെ സ്നേഹത്തോടു കൂടി തന്നെയാണ് അവരെ ഇത് ട്രീറ്റ് ചെയ്യുന്നത്. അങ്ങനെ സ്വത്തുക്കളെല്ലാം രോഹിത്തും ശാലിനിയും കൂടെ ചേർന്ന് സത്യഭാമയുടെയും നമ്മുടെ രാഘവൻ നായർക്ക് വീണ്ടും തിരികെ എഴുതി കൊടുക്കുകയാണ്. പിന്നീട് കാണിക്കുന്ന ഒരു സീൻ എന്ന് പറയുന്നത്, ഏതോ ഫുഡ് കോമ്പറ്റീഷൻ്റെ കുറേ ആൾക്കാർ വീട്ടിലേക്ക് വരുന്നു. അപ്പോൾ അവർ ഫുഡ് കോമ്പറ്റിൽ മത്സരിക്കാൻ സത്യഭാമയോട് ആവശ്യപ്പെടുന്നു. അപ്പോൾ സത്യഭാമ പറയുന്നു, എനിക്ക് ഫുഡൊന്നും വെക്കാൻ അറിയില്ല എന്ന് പറയുന്നു. അപ്പോൾ പറയുന്നു, അന്നത്തെ മത്സരത്തിൽ നിങ്ങൾ വിജയിച്ചതല്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ പറയും, അതെന്നെ വിജയിപ്പിച്ചതാണെന്ന് പറയും. അപ്പം അതെന്താന്ന് വന്നാലും പറയാം, അത് കുടുംബശ്രീ ശാരദ എന്നെ വിജയിപ്പിച്ചതാണ്, ഞാൻ ജയിക്കാൻ വേണ്ടി. ഇതെല്ലാം വിഷ്ണു നിന്ന് കേൾക്കുകയാണ്. ഇത് അമ്മയ്ക്ക് എന്ത് പറ്റി, ഇത് എവിടെ നിന്നാണ് ഇതൊക്കെ അറിഞ്ഞതെന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ സത്യഭാമയുടെ ആ മനസ്സിൻ്റെ കാഠിന്യമൊക്കെ കുറഞ്ഞ് നല്ല ഒരിതിലേക്ക് വരികയാണ്. അങ്ങനെ അപ്പം വിഷ്ണു ആലോചിക്കുന്നത്, അപ്പോൾ ഇനി സത്യയുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല. അതൊക്കെ കൊണ്ടാണോ സത്യഭാമ കഴിഞ്ഞതിലൊക്കെ നമ്മുടെ ശാലിനിക്ക് ഫുഡ് കൊടുത്തതും കൂടെ ചേർത്തതൊന്നും അറിയാൻ പറ്റത്തില്ല. എന്തായാലും ഇനി ശാരദയുടെ വീട്ടിലിങ്ങനെ പ്രശ്നങ്ങളാണെങ്കിലും മിക്കവാറും എനിക്കൊന്നും കഥ അവസാനിക്കാറായിട്ടുണ്ട്. കുറേ രംഗങ്ങളൊക്കെ അവർ വീണ്ടും കാണിക്കുന്നൊക്കെയുണ്ട്. പിന്നീടാണെങ്കിൽ മിക്കവാറും നമ്മുടെ ഗോപാലിനെ ജയിലിലേക്ക് പറഞ്ഞു വിടും. പിന്നീട് സത്യഭാമയും രാഘവൻ നായരൊക്കെ പുതിയ വീട്ടിലേക്ക് പോകും. ശാലിനിയുടെ എല്ലാ കാര്യങ്ങളും സത്യഭാമ മനസ്സിലാക്കി കൂടെ ചേർക്കും. ഇതൊക്കെ ആയിരിക്കും വരും എപ്പിസോഡിൽ വരുന്നത്. അപ്പോൾ നല്ല അടിപൊളിയായുള്ള എപ്പിസോഡാണ്. അപ്പോൾ എപ്പിസോഡിനെ എല്ലാവരും വെയിറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ, താങ്ക് യു.